സിനിജി ഗുഡ് മോർണിംഗ്. സമാധി അങ്ങനെ പൊളിച്ചു നെയ്യാറ്റിൻകരയിലെ. പക്ഷെ കുടുംബാംഗങ്ങളോ മറ്റാരും കുടുംബത്തിൽപ്പെട്ടവരോ ഒന്നും ഇതിൽ പ്രശ്നമുണ്ടാക്കാനോ സംസാരിക്കാനോ വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല കുടുംബാംഗങ്ങൾക്ക് പോലീസ് സംരക്ഷണവും നൽകുന്നുണ്ട്. മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അഴുകിയ നിലയിലാണെന്നൊക്കെ പറയുന്നത്. പക്ഷേ ഇതിൽ മറ്റൊരു കാര്യം പുറത്തു വരുന്നത്, ഈ സമാധിയിലുണ്ടായിരുന്ന മൃതദേഹം ഗോപൻ സ്വാമിയുടേതാണോ എന്നൊരു സംശയം കൂടി ഇപ്പോൾ ചില ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ട്. എന്തായിരിക്കും അങ്ങനെയാണ് എങ്കിൽ ഇതിലൊരു വൻപൻ ഗൂഢാലോചന ട്വിസ്റ്റൊക്കെ സംഭവിക്കാനിടയില്ലേ? അല്ല, സ്വാഭാവികമാണ്. കാരണം ഇപ്പം മൃതദേഹം ഈ പറയുന്ന സമാധി ആണെങ്കിൽ പോലും മണ്ണിൻ ഉള്ളിൽ കുഴിച്ചിട്ട് കഴിയുമ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ ജീർണിക്കും മൃതദേഹം എന്ന് പറയുന്ന പോലെ സ്വാഭാവികമായും ഈ സ്വാമിയുടെ മൃതദേഹം ജീർണിച്ച് തുടങ്ങിയിട്ടുണ്ടാകും. അപ്പം മണ്ണുകൊണ്ടല്ല മൂടിയത്. ഈ സുഗന്ധദ്രവ്യങ്ങൾ, അതുപോലെ തന്നെ കർപ്പൂരം, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് കഴുത്ത് വരെ ഭസ്മം ഇതൊക്കെ ഉപയോഗിച്ച് കഴുത്ത് വരെ മൂടുകയാണ്. അപ്പോൾ അതെല്ലാം മാറ്റി പുറത്തേക്ക് എടുക്കണം. അപ്പോൾ പുറത്തേക്ക് എടുക്കുക മാത്രമല്ല, ഈ മൃതദേഹം അഴുകി തുടങ്ങി എന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ, ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. വേണമെങ്കിൽ ഈ സ്ഥലത്ത് വെച്ച് ഇതിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്താൻ വേണ്ടി പോലീസ് സർജൻ ഉൾപ്പെടെയുള്ളവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് വലിയ ദുരൂഹതയാണ് ആരോപിക്കുന്നത്. കാരണം ഈ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു മരണം നടന്നാൽ മരണവുമായി ബന്ധപ്പെട്ട് അധികൃതരെ അറിയിച്ച് ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ വാങ്ങേണ്ടതുണ്ട്. പക്ഷേ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. സ്വാമി മരിച്ചു, അതായത് തങ്ങളുടെ പിതാവ് മരിച്ചു എന്ന് 2 ദിവസത്തിനുള്ളിൽ ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചതിന് ശേഷമാണ് നാട്ടുകാർ അറിഞ്ഞത്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്തുകൊണ്ടാണ് നാട്ടുകാരെ അറിയിക്കാത്തത്? അങ്ങനെ ചെയ്യാൻ പാടില്ല. മാത്രമല്ല, ഈ മക്കളുടെയും അമ്മയുടെയൊക്കെ സംസാരത്തിൽ ചില ദുരൂഹതകൾ നിഴലിക്കുന്നുണ്ട്. അതായത് ഒരു മരുന്ന് കഴിച്ചതിന് ശേഷം ഞാൻ സമാധിയാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു പീഠത്തിൽ പോയിരിക്കുന്നു, അതിനുശേഷം സമാധിയായി. അപ്പോൾ ഈ സമാധിയാകുന്ന സമയത്ത് മറ്റാരും അവിടേക്ക് വരാൻ പാടില്ല. ഇതൊക്കെ പറയുന്ന ആധുനിക കാലഘട്ടത്തിൽ, ആധുനിക യുഗത്തിൽ മനുഷ്യന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അപ്പം മനുഷ്യന് വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളൊക്കെ സമൂഹത്തിൽ നടക്കില്ല എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അതുണ്ടാകാം. അതീന്ദ്രിയമായ ചില കാര്യങ്ങൾ നടക്കാം. പക്ഷേ ഇന്നത്തെ കാലത്ത് ഒരു മനുഷ്യൻ സമാധി ഇരുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായുള്ള പ്രശ്നം, ജീർണിച്ച മൃതദേഹം ഈ സ്വാമിയുടേത് തന്നെയാണോ എന്ന് ആദ്യം ഉറപ്പുവരുത്തണം. കാരണം അവിടെ ഒരാൾ മരിച്ചു, ഉറപ്പാണ്. ആ മരിച്ച ഒരാളെ അവിടെ സമാധി ഇരുത്തി. പക്ഷേ സമാധി ഇരുത്തിയ ആളും ഈ മരിച്ച ആളും ഒന്ന് തന്നെയാണോ എന്ന് വ്യക്തമാകേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെ സംബന്ധിച്ചുള്ള കൂടുതൽ നടപടികൾക്ക്, പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ഇങ്ങനെ വിധേയമാക്കിയതിന് ശേഷം മാത്രം കുടുംബാംഗങ്ങളെ വിളിച്ച് ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഇത്രയും സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടും നേരത്തെ എതിർപ്പുമായി രംഗത്ത് വന്ന മക്കളോ അല്ലെങ്കിൽ ഭാര്യയോ അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള എതിർപ്പൊന്നും ഇപ്പോൾ കാണുന്നില്ല. എന്തുകൊണ്ടായിരിക്കും എതിർക്കാത്തത്? അപ്പോൾ അവിടെയും ചില സംശയങ്ങൾ. വേണമെങ്കിൽ എതിർത്തോളൂ എന്നുള്ളൊരു നിലപാടിൽ പോലീസ് നിൽക്കുന്നുണ്ട്. പോലീസ് അവിടെ കനത്ത ബന്ദോബസ്ത് തീർത്തിരുന്നു. മറ്റ് നാട്ടുകാർക്ക് അങ്ങോട്ട് കടന്നു ചെല്ലാനോ അല്ലെങ്കിൽ പുറമേ നിന്നുള്ള ആളുകൾക്ക് എത്തിച്ചേരാനോ കൂട്ടം കൂടാനോ ഉള്ള എല്ലാ സാധ്യതകളും ഒഴിവാക്കി. മാത്രമല്ല, ഹൈക്കോടതിയിൽ ഈ കുടുംബം പരാതിയുമായി ചെന്നിരുന്നു. തങ്ങളുടെ ആവശ്യം അംഗീകരിക്കണം, ഇത് സമാധിയാണ്, ഇതിനെക്കുറിച്ച് കൂടുതൽ പരിശോധന പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഹൈക്കോടതി അതിനോട് യോജിച്ചില്ല. മാത്രവുമല്ല, ഒരാളുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തിനാണ് മറച്ചു വെക്കുന്ന കാര്യങ്ങൾ? ഇതൊക്കെ സത്യം പുറത്തു വരട്ടെ. അപ്പോൾ സത്യം പുറത്തു വരണം. സത്യം പുറത്തു വരുമ്പോൾ ഇനിയുള്ള അവശേഷിക്കുന്ന ദുരൂഹത എന്ന് പറയുന്നത് ഇതൊരു സ്വാഭാവിക മരണമാണോ അസ്വാഭാവിക മരണമാണോ എന്നുള്ളതാണ്. സ്വാഭാവിക മരണമാണെങ്കിൽ ഈ സമാധിയിൽ ഇരുന്ന് മരിച്ചു എന്ന് പറയുന്നത് ലോജിക്കിന് ചേരുന്നതല്ല. അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ലോജിക്കിന് ചേരാത്ത രീതിയിൽ ഇങ്ങനെ മരിച്ചു, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒരു ആഗ്രഹപ്രകാരം മക്കൾ ഇങ്ങനെ കൊണ്ട് സമാധി ഇരുത്തി അദ്ദേഹം പൂജയൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറയുന്നു. ഓക്കെ, അത് അദ്ദേഹത്തിൻ്റെ വിശ്വാസം. പക്ഷേ ആ വിശ്വാസം എല്ലാ ആളുകളിലേക്കും എത്തിക്കാനോ അടിച്ചേൽപ്പിക്കാനോ നമുക്ക് സാധ്യമല്ല. ഇനി എന്തെങ്കിലും തരത്തിൽ വീട്ടിലൊരു വഴക്കോ മറ്റോ നടന്നിട്ട് ഒരു കയ്യാങ്കളി അവിടെ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ അത്തരം ഒരു ദുരൂഹത ആളുകൾ ഉന്നയിച്ചാൽ തെറ്റു പറയാൻ പറ്റുമോ? നമുക്ക് തീർച്ചയായിട്ടും തെറ്റു പറയാൻ പറ്റില്ല. ശരി, ഇതിൽ എനിക്കൊരു സംശയം ചോദിക്കാനുള്ളത്, ഈ മരിക്കാതെ ഒരാളെ സമാധിയിലേക്ക് ഒരാൾ ചെന്ന് ഈ പീഠത്തിലേക്ക്, പത്മപീഠത്തിലേക്ക് ഇരിക്കുന്നു എന്ന് പറയുന്നു. മരിക്കാത്ത ഒരാളുടെ മുകളിലേക്ക് ഈ കോൺക്രീറ്റ് സ്ലാബ് കൊണ്ടൊക്കെ മൂടി ഇങ്ങനെ കെട്ടിവെക്കാൻ സാധിക്കുമോ? അങ്ങനെ ചെയ്യുന്നതിനാണ് നമ്മൾ കൊലപാതകം എന്ന് പറയുന്നത്. ഒരു മനുഷ്യൻ ജീവനോടെ അയാളുടെ മേൽ അയാൾക്ക് ശ്വാസം കിട്ടാത്ത രീതിയിൽ അയാളെ ഫുൾ കവർ ചെയ്യുന്നു, അല്ലെങ്കിൽ അയാളെ ഒരു പെട്ടിക്കകത്ത് അടച്ചു വെക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതക ശ്രമമല്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊലപാതക ശ്രമമാണോ എന്ന് നേരിട്ട് ആളുകൾ ചോദിക്കാതെ ചോദിക്കാം. ഇത് കൊലപാതകമാണ് എന്ന് നേരിട്ട് പറയുന്നില്ല, പക്ഷേ പറയുന്നു ദുരൂഹതയുണ്ടെന്ന്. അപ്പോൾ ദുരൂഹത എന്താണോ ആ ദുരൂഹതയൊക്കെ നീക്കണം. ദുരൂഹത മാറ്റിയിട്ട് ഇനി മുന്നോട്ട് പോയാൽ മതി എന്ന നിലപാടിൽ നാട്ടുകാരിൽ ഒരു വിഭാഗം സംഘടിച്ചെത്തുന്നുണ്ട്. അപ്പം മറുവിഭാഗം പറയുന്നത് ഇതൊരു കൂട്ടരുടെ ആചാരമാണ്, അവരുടെ വിശ്വാസങ്ങളാണ്, അതിനെ ലംഘിക്കരുത്. ശരിയാണ്, ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും നമ്മൾ ലംഘിക്കാൻ പാടില്ല, ശരി തന്നെയാണ്. പക്ഷേ ഇവിടെ ദുരൂഹത ഉണ്ടാകാൻ പാടില്ല. ഒരാൾ പീഠത്തിൽ പോയിരുന്ന് സമാധിയായെന്നും ആ സമാധിയായതിനു ശേഷം ഞങ്ങൾ സമാധി ഇരുത്തിയെന്നും പറയുന്നു. ഒരു കുഴി കുഴിച്ച് അവിടെ ഇരുത്തുകയാണ്, സമാധി പോലെ നീണ്ട് കിടക്കുന്ന രീതിയിലുള്ള സംസ്കാര ചടങ്ങുകളൊന്നും അല്ല. അപ്പോൾ ഇങ്ങനെ ഇരുത്തുന്ന രീതിയിൽ ധന്യ പറഞ്ഞതുപോലെ ജീവനോടെയാണ് ഇരുത്തിയതെങ്കിലോ എന്നൊരു ചോദ്യം വന്നാൽ പ്രശ്നം. അപ്പോൾ പോസ്റ്റ്മോർട്ടത്തിൽ അത് തെളിയാം, ശ്വാസം മുട്ടിയാണ് ഇദ്ദേഹം മരിച്ചത്,
കാരണമാണെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിക്ക് കാരണമാണ് മരിച്ചതെന്നുള്ള വിവരങ്ങളൊക്കെ പോസ്റ്റ്മോർട്ടത്തിൽ പുറത്തേക്ക് വരും. അപ്പം പോസ്റ്റ്മോർട്ടം വേണം, ഒപ്പം തന്നെ ആന്തരിക അവയവങ്ങൾ എടുത്തുള്ള രാസപരിശോധനകളൊക്കെ വരണം. അപ്പം പോലീസ് സർജൻ്റെ സേവനം വേണം, അതുപോലെ തന്നെ ഈ ആന്തരിക അവയവങ്ങളുടെ പരിശോധന വേണം. എല്ലാ തരത്തിലുള്ള പരിശോധനകളുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ 2-3 ദിവസം ഇങ്ങനെ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തി മനുഷ്യരിൽ മുഴുവൻ ഒരു ദുരൂഹത ഉളവാക്കി എന്തിനാണ് ഈ കുടുംബം മുന്നോട്ട് പോകുന്നത്? ഇപ്പോൾ സഹോദരി പറയുന്നു, പണ്ട് മുതലേ എൻ്റെ സഹോദരനും ഇങ്ങനെ ഇരിക്കാനായിരുന്നു ആഗ്രഹം, മീൻസ് സ്വാമിയായിട്ടിരിക്കാനാണ് ആഗ്രഹം, കല്യാണം കഴിക്കാൻ പോലും താല്പര്യമില്ല. കുട്ടിക്കാലം മുതലേ അച്ഛനോട് പറയുമായിരുന്നു എനിക്കൊരു അപ്പൂപ്പൻ സമാധി ആയതാണ് ഇവരുടെ അപ്പൂപ്പൻ. അപ്പോൾ കുട്ടിക്കാലം മുതൽ അച്ഛനോട് അച്ഛൻ ഈ കഥകളൊക്കെ ഈ ഗോപൻ എന്ന് പറയുന്ന മകനോട് പറയുമായിരുന്നു. അപ്പോഴേ പറയുമായിരുന്നു എനിക്ക് അപ്പൂപ്പനെ പോലെ സമാധിയാകണം, വിവാഹമൊന്നും കഴിക്കേണ്ട, എനിക്ക് സന്യാസ ജീവിതം സ്വീകരിക്കണമെന്ന്. പിന്നീട് അച്ഛൻ്റെ നിർബന്ധപ്രകാരമാണ് വിവാഹം കഴിച്ചത്. വിവാഹത്തിന് ശേഷവും ഇവർ ഈ സന്യാസ ജീവിതം തന്നെ 2 മക്കളൊക്കെ ആയതിനു ശേഷം സന്യാസ ജീവിതം പോലെയായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ജീവിതം എന്നാണ് പറയുന്നത്. പക്ഷേ അതിലും ദുരൂഹതയുള്ളത് നാട്ടുകാർ പറയുന്നു ഇദ്ദേഹം 2 വർഷമായി കിടപ്പിലാണ്. രാത്രിയൊക്കെ കിടന്നുകൊണ്ട് മൂത്രമൊഴിക്കുമ്പോൾ ഈ മകൻ വലിയ രീതിയിൽ ഇദ്ദേഹത്തെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് തെറി പറയുകയും ശാസിക്കുകയും ഒക്കെ ചെയ്യുന്നത് കേൾക്കാമായിരുന്നു. അങ്ങനെ 2 വർഷമായി കിടക്കുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് എണീച്ച് നടന്ന് പ്രഷറിൻ്റെയും BP-യുടെയും ഷുഗറിൻ്റെ ഗുളിക വീട്ടുകാർ കൊടുത്തു എന്ന് പറയാം, കഞ്ഞിയും വീട്ടുകാർ കൊടുത്തു, പാലും കുടിപ്പിച്ചു എന്ന് പറയാം. പക്ഷെ 2 വർഷമായി കിടന്നുകൊണ്ട് തന്നെ മലമൂത്ര വിസർജനം ചെയ്യുന്ന ഒരാൾ എങ്ങനെയാണ് എഴുന്നേറ്റ് വന്ന് സമാധിയിലിരുന്നിട്ട് ആത്മാവ് പോകുന്നത് കണ്ടു എന്ന് ഒരിടത്തും മകൻ ഒരിടത്തും ഭാര്യയൊക്കെ പറയുന്നത് കേട്ടു. പക്ഷേ ഇന്ന് മൃതദേഹം കൊണ്ടുപോകുന്ന ഈ ദിവസം, സമാധി കല്ലറ പൊളിക്കുന്ന ഈ ദിവസം കുടുംബം മൗനത്തിലാണ് എന്ന് പറയുമ്പോൾ, ഇതിനു മുൻപേ സമാധി പൊളിക്കാൻ സമ്മതിക്കാതെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാക്കിയ ഭാര്യയും മക്കളും മരുമകളും ഉൾപ്പെടുന്ന കുടുംബം ഇന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല, ആ കല്ലറയുടെ മുന്നിലേക്ക് വന്നിട്ടില്ല, സമാധി പൊളിക്കുന്ന സ്ഥലത്തേക്ക് വന്നിട്ടില്ല. വീടിനകത്ത് തന്നെയാണ്. അവരോട് പോലീസ് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. തുടക്കത്തിൽ പോലീസിന് എന്തെങ്കിലും സംശയം തോന്നിയോ എന്നറിയില്ല. കാരണം ആ വീട് മൊത്തം ഇപ്പോൾ പോലീസ് സംരക്ഷണയിലാണ്. നമുക്ക് ചിത്രങ്ങളിലൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും ആ വീടിൻ്റെ മുൻവശം മുഴുവൻ പോലീസ് ഇങ്ങനെ അണിനിരന്ന് നിൽക്കുകയാണ്. അകത്ത് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഈ അമ്മയോടും 2 മക്കളോടും സംസാരിക്കുകയാണ്. ഇവരാരും ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനോ ഉണ്ടാക്കാനോ വന്നില്ല. ഇന്നലെ മകനോട് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ മകൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഹിന്ദു ഐക്യവേദിയുമായി സംസാരിക്കണം, അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ കല്ലറ പൊളിക്കുന്ന കാര്യം കോടതി പറയുന്നത് ഉൾപ്പെടെയുള്ള നിയമപരമായ കാര്യങ്ങളിലേക്ക് നീങ്ങാൻ കഴിയുകയുള്ളൂ എന്നുള്ളത്. ഇപ്പം ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ച് പൊളിക്കാൻ പറ്റില്ല എന്ന് അവരും കൂടി ഒരു നിലപാടെടുത്ത് മുന്നോട്ട് വന്നാൽ പിന്നീട് ഹൈക്കോടതിയുടെ നിർദ്ദേശമൊക്കെ അനുസരിച്ച് ഇത് പൊളിക്കുമ്പോൾ ദുരൂഹതയുണ്ടെങ്കിൽ അവരും പെട്ടുപോകും. ഒരു ദുരൂഹത വന്നാൽ അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ദുരൂഹത മറക്കണം. അല്ലെങ്കിൽ നാളെ ആരെങ്കിലുമൊക്കെ അടിച്ചു കൊന്നിട്ട് അവർ സമാധിയായി എന്ന് പറയുമ്പോൾ ഈ ഒരു വിഷയം അന്ന് അവിടെ പൊളിച്ചില്ലല്ലോ, അപ്പോൾ ഇവിടെ എന്താ പൊളിക്കേണ്ടതിൻ്റെ ആവശ്യം എന്നൊരു ചോദ്യം വന്നാൽ ഉത്തരമില്ലാതെ പോലീസും ഭരണ സംവിധാനങ്ങളും നോക്കി നിൽക്കേണ്ട ഒരു ഗതി വരും. അതുകൊണ്ട് ഇതിൽ ഒരു ദുരൂഹത മാറ്റം. ഇപ്പോൾ സിരിജ് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു ആധുനിക ലോകമാണ്. ഇവിടെ ഒരാൾ സമാധിയായി ആത്മാവ് പോകുന്നത് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിക്കലും മുൻകൂട്ടി പറയാൻ കഴിയാത്ത ഒരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് പോലും നമുക്കൊരിക്കലും അറിയാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് ഞങ്ങൾ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ പല കമൻറ്റുകളിലൊക്കെ ആളുകൾ വരുന്നത് സമാധാനമായി ജീവിച്ചിരുന്ന ഒരാളെ സമാധിയാക്കി അടിച്ച് തലക്കടിച്ച് 4 അടിയും കൊടുത്ത് അദ്ദേഹത്തെ കൊണ്ട് കുഴിച്ചിട്ടിട്ടാണ് ഇവന്മാർ ഈ സമാധി എന്നൊക്കെ പറയുന്നത് എന്നുള്ളതാണ്. എന്തായാലും ദുരൂഹത പുറത്തു വരട്ടെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്തു വരട്ടെ, ആന്തരിക അവയവ പരിശോധനയിൽ കൃത്യമായ കാര്യങ്ങൾ പുറത്ത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം. അതായത് സാമുദായിക സ്പർദ്ധ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സംഘടനകളെ കൂട്ടുപിടിക്കുന്നത്. ഹിന്ദു ഐക്യവേദിയുമായി ഇവർക്ക് വലിയ ബന്ധമൊന്നും കാണണമെന്നില്ല. അപ്പം ഞങ്ങളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ഒരു കൂട്ടം ആളുകൾ ചോദ്യം ചെയ്യുന്നു, ലംഘിക്കുന്നു എന്ന് പറയുന്നു. പക്ഷേ ഇത്തരത്തിലുള്ള സംഘടനകൾ കൂടി വരുമ്പോൾ മറുവശത്തേക്കുന്ന സംഘടനകൾ ഇതിനെ എതിർക്കും സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവിടെ ദുരൂഹത ഉള്ളതുകൊണ്ടാണ് പോലീസ് സംവിധാനങ്ങൾ കോടതിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഒക്കെ ഈ കല്ലറ പൊളിക്കാൻ തീരുമാനിക്കുന്നത്. അത് പുലർച്ചെ തന്നെ അതിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു. അവിടെ ആളുകളെ ഒന്നും കടത്തിവിടുന്നില്ല. ഈ കുടുംബാംഗങ്ങൾ യാതൊരുവിധ എതിർപ്പുമായിട്ട് രംഗത്ത് വരുന്നില്ല. മാത്രമല്ല പോലീസ് കൃത്യമായി അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ആദ്യം പിടിക്കുന്നത് നിന്നെ ആയിരിക്കുമെന്ന് മകനോട് പറയാം, അമ്മയോടും പറയാം. മാത്രമല്ല ഒരു ആത്മാവ് ഇങ്ങനെ പറന്നു പോകുന്നു അല്ലെങ്കിൽ ഇളകി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇന്നത്തെ ലോകത്ത് സാമാന്യ യുക്തിക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. അല്ലാതെ ഇയാൾ ഈ പറയുന്ന സ്വാമി സമാധിയായിരുന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പറഞ്ഞാൽ പോലും വിശ്വസിക്കായിരുന്നു. ഇവിടെ പറഞ്ഞെന്താ, നേരെ ഭക്ഷണം
ഭക്ഷണവും കഴിച്ച് കഞ്ഞിയും കുടിച്ചതിന് ശേഷം പോയി പീഠത്തിലിരുന്നു, അതിനുശേഷം സമാധിയായി. ഈ സമാധി ആകുമ്പോൾ ആരും അങ്ങോട്ടേക്ക് വരരുത്, അതുകൊണ്ട് ഞങ്ങൾ ആരും അറിയാം. ഇനി പോട്ടെ, സമാധി ആയെന്ന് തന്നെ വെച്ചു, എങ്കിൽ ആളുകളെയൊക്കെ അറിയിച്ചിട്ട് ഈ ഒരു സമാധി ഇരുത്തൽ ചടങ്ങ് നടത്തിയാലും മതിയായിരുന്നു. അപ്പോൾ ഇവിടെ ദുരൂഹതയുണ്ട് എന്നുള്ളത് കൃത്യമാണ്. എന്തായാലും മൃതദേഹം പുറത്തെടുത്തിട്ടുണ്ട്. ഇനി ശാസ്ത്രീയമായ പരിശോധനകൾ നടക്കണം, പോസ്റ്റ്മോർട്ടം നടത്തണം. ആദ്യം മരിച്ചയാൾ ഇത് തന്നെയാണോ എന്ന് ഉറപ്പുവരുത്തണം. കാരണം ജീർണിച്ച ശരീരമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം നടപടിക്രമങ്ങൾ മുന്നോട്ട് പോട്ടെ.